NSS എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ നാരായണ പണിക്കരുടെ കാലം വരെയൊക്കെ വളരെ ആദരവോടെ കണ്ടിരുന്നു സമുദായ നേതാക്കന്മാരെ. ഇപ്പൊ നീ നിന്റെ മോക്കും നിന്റെ മരുമോനും ആ കഥകൾ ഞാൻ പറയാം, മോന്റെയും മരുമോന്റെയും കഥകൾ പറയാം കേട്ടോ, പറയാം. ആയിരക്കണക്കിന് പേരെ അറസ്റ്റ് ചെയ്തത്, അവർക്കെതിരെ എടുത്ത കേസുകൾ അത് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. സുകുമാരൻ നായരുടെ നായന്മാർക്കെതിരെ ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഇഷ്ടിക കൊണ്ട് തലക്കെറിഞ്ഞതേ ഈ പറയുന്ന നായന്മാരെയാണ്, നിങ്ങളുടെ അണികളെയാണ്. സുകുമാരൻ നായർക്ക് പൊള്ളില്ല മോളിയും മരുമോനെയൊക്കെ പറയുന്നതാണത്. അപ്പൊ സുകുമാരൻ നായർക്ക് സ്വന്തം കുടുംബാംഗങ്ങൾ ഏതുപോലെ തന്നെ അറിയോ, പിണറായിയെ പോലെ തന്നെ. മോള് കഴിഞ്ഞാൽ മോളും മോനും മരുമോനും കഴിഞ്ഞിട്ടേ ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് സുകുമാരൻ നായരുടെ കാര്യവും. അപ്പൊ ഈ പറഞ്ഞ പിണറായി വിജയൻ ഈ തന്ത്രിയെ കുറിച്ച് അസഭ്യം പറഞ്ഞിട്ട് ഈ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പനും മാളികപ്പുറത്തമ്മയും കല്യാണം കഴിച്ചു എന്ന് പൂമരൻ പറഞ്ഞിട്ട് ശ്രീമതി ടീച്ചറും പിന്നെ ഈ ജി സുധാകരൻ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നിരന്നിരുന്നിട്ട് അയ്യപ്പനെതിരെ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ ഏറ്റവും കടുത്ത അവഹേളനങ്ങൾ ഉയർത്തിയിട്ട് അതൊന്നും അതിനൊന്നും മാപ്പ് പറയാതെ അങ്ങനത്തെ പിണറായി വിജയനാണ് ഇപ്പം ഇയാൾക്ക് മഹാൻ. അപ്പൊ എന്തുകൊണ്ട് ഞാൻ അതിലേക്കാണ് വരുന്നത്, ഞാനത് കൺക്ലൂഡ് ചെയ്യാണ്. അപ്പൊ എന്തുകൊണ്ട് സുകുമാരൻ നായർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രേമം വന്നു, ഇങ്ങനെ ഒരു CPM പ്രേമം വന്നു എന്നുള്ളതിന് രണ്ട് തിയറികളാണ് ഉള്ളത്, പറഞ്ഞു കേൾക്കുന്ന രണ്ട് കഥകളാണ്. ഒന്ന്, ധനലക്ഷ്മി ബാങ്കിൽ സുകുമാരൻ നായരുടെ മോളും മരുമകനും മോളെ കല്യാണം കഴിച്ച, ഞാൻ പേര് പറയുന്നില്ല, ഇവർക്ക് ധനലക്ഷ്മി ബാങ്കിലായിരുന്നു ജോലി. പക്ഷേ ഒരു 17 വർഷത്തിന് ശേഷം ഈ പറയുന്ന മകളുടെ ഭർത്താവ് ജോലി രാജിവെച്ചു. കാരണം കള്ള സർട്ടിഫിക്കറ്റുമായാണ് തമിഴ്നാട്ടിലെ ഒരു സർവകലാശാലയിൽ നിന്ന് തട്ടിക്കൂട്ടിയ ഒരു വ്യാജ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലാണത്രേ സുകുമാരൻ നായരുടെ മരുമോന് ധനലക്ഷ്മി ബാങ്കിൽ ഉയർന്ന ജോലി തരപ്പെടുത്തി കൊടുത്തത്. ഇത് 17 വർഷത്തിന് ശേഷം ഇത് പുറത്തു വന്നു. ഈ ലോക തട്ടിപ്പ് പുറത്തു വന്നു. ക്രിമിനൽ കേസെടുത്തു, അന്വേഷണമായി. 17 വർഷം വാങ്ങിയ ശമ്പളം കോടിക്കണക്കിന് രൂപ തിരിച്ചടയ്ക്കാൻ ബാങ്ക് തീരുമാനിക്കുന്നു. അപ്പോഴാണ് സുകുമാരൻ നായരുടെ വളരെ പ്രിയപ്പെട്ട വേറൊരു ചേട്ടനുണ്ട്, വാസവൻ ചേട്ടൻ, അറിയാലോ. പിണറായി ചവിട്ടിയ മണ്ണ് പുണ്യമണ്ണാണ്, പിണറായിയുടെ പാദസ്പർശം ദൈവത്തിന്റെ പാദസ്പർശമാണ് എന്നൊക്കെ പണ്ട് നവകേരള സദസ്സിന്റെ കാലത്ത് പറഞ്ഞ അദാനി എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട്ണറാണ് എന്ന് പറഞ്ഞ യോഗി ആദിത്യനാഥിന്റെ കത്ത് എന്താ പറയാ, പരമപവിത്രം എന്ന രീതിയിൽ നാടൊട്ടുക്കും ഇങ്ങനെ വായിച്ച് പുളകമണിഞ്ഞ രോമാഞ്ചമണിഞ്ഞ വാസവൻ ചേട്ടൻ ഇടനിലക്കാരനായി നിന്നുകൊണ്ട് മാത്രമല്ല മറ്റാളുണ്ടെന്ന് കേട്ടത്, ഏത് ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചില്ലേ, സ്വാമിയേ ശരണം ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച PS പ്രസാദ് എന്ന് പറയുന്ന ദേവസ്വം പ്രസിഡന്റും ഇവര് രണ്ടും കൂടിയാണ് ധനലക്ഷ്മി ബാങ്ക് അധികൃതരുമായി ചർച്ച ചെയ്യുകയും സുകുമാരൻ നായരുടെ മകളുടെ ഭർത്താവിന്റെ പേരിലുള്ള ക്രിമിനൽ കേസ് ഒതുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നാട്ടിലെ ഒരു സംസാരം. ഇതിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കഥ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ, നേരത്തെ വെള്ളാപ്പള്ളി എന്തുകൊണ്ട് പിണറായിയെ പേടിക്കുന്നു, എന്തുകൊണ്ട് പിണറായിക്കൊപ്പം നടക്കുന്നു, ആ കാരണം പലകുറി നമ്മൾ പറഞ്ഞതാണ്. ഇത് കേരളത്തിലെ എല്ലാവർക്കും അറിയുന്നതാണ്. പിണറായിയുടെ ഈ വെള്ളാപ്പള്ളിയുടെ പേരിലുള്ള ഒരുപാട് കേസുകൾ, കോടികളുടെ അഴിമതി, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുകൾ, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതൊക്കെ ഇപ്പം പിണറായി ഇങ്ങനെ അമർത്തി വെച്ചിരിക്കുകയാണ്. എപ്പം വെള്ളാപ്പള്ളി ആയിരുന്നോ അപ്പൊ ഈ കേസുകൾ പുറത്തു വരും. അതേപോലെ സുകുമാരൻ നായരുടെ കുടുംബത്തിന്റെ എല്ലാവിധ അന്തസ്സും കെടുത്തുന്ന തരത്തിലുള്ള ഈ ക്രിമിനൽ കേസ് നടപടികൾ ഒതുക്കി തീർത്തത് പിണറായിയാണ്. അതിനുള്ള പ്രത്യുപകാരം ഇല്ലെങ്കിൽ മാത്രമല്ല മറ്റൊരുപാട് അഴിമതി കഥകളുണ്ട്, സാമ്പത്തിക അഴിമതി കഥകളുണ്ട്, കന്യാകുമാരി മുതൽ തുടരുന്ന ഒരുപാട് അഴിമതി കഥകളുണ്ട്. ഇതൊക്കെ വലിച്ചു പുറത്തിടുമെന്ന പേടി കൊണ്ടാണ് ഒരു കാര്യം. രണ്ടാമത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതും നമുക്ക് പരിഗണിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. കാരണം അടുത്ത തവണ UDF അധികാരത്തിൽ എത്തുമ്പോൾ എന്നാണ്
സുകുമാരൻ നായരുടെ ഒരു സുകുമാരൻ നായരുടെ എന്താ പറയാ ഒരു പ്രതീക്ഷ. നേരത്തെയാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ മൂപ്പരുടെ കാലുമാറ്റത്തിന് മുമ്പ് മൂപ്പര് വിചാരിച്ചിരുന്നത് UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നാൽ ലീഗായിരിക്കും പിന്നെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക. അപ്പം പിന്നെ തന്റെ പരിപ്പ് വേവില്ല. അതായത് സുകുമാരൻ നായർക്ക് പിന്നെ കളിക്കാൻ പറ്റില്ല. താക്കോൽ സ്ഥാനത്ത് തന്റെ ആൾ വരണം എന്നൊന്നും സുകുമാരൻ നായർക്ക് പിന്നെ നിർദ്ദേശിക്കാൻ പറ്റില്ല. കാരണം അടുത്ത ഇനി വരാനിരിക്കുന്ന അങ്ങനെയൊന്നും വരില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കേരളത്തിൽ ഒരു UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? അതിനെ നിയന്ത്രിക്കുന്നത് ലീഗായിരിക്കും. അപ്പൊ അങ്ങനെ മുസ്ലിം ലീഗ് നിയന്ത്രിക്കുന്ന UDF-ൽ നാരായണപ്പണിക്കർ സുകുമാരൻ നായരുടെ പരിപ്പ് വേവില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് സുകുമാരൻ നായർ പതുക്കെ കാലുമാറിയത്. അങ്ങനെ UDF അധികാരത്തിൽ വരണ്ട, ആര് തന്നെ വന്നാൽ മതി, കാരണഭൂതം തന്നെ വന്നാൽ മതി. കാരണഭൂതം വന്നു കഴിഞ്ഞാൽ തനിക്കും തന്റെ മോക്കും മരുമോനും കുടുംബത്തിനും എല്ലാവർക്കും ഹാപ്പി, ഫുൾ ഹാപ്പി. മനസ്സിലായില്ലേ? എന്തുകൊണ്ട് സുകുമാരൻ നായരുടെ കാലുമാറ്റം എന്നുള്ളതിന് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന 2 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ 2 കഥകൾ ഞാൻ വീണ്ടും പറയുന്നു. ഇതിൽ എത്രമാത്രം വിശ്വാസ്യതയുണ്ട് നമുക്കറിയില്ല. ഇതൊന്നും തെളിവുകൾ നമുക്ക് മുമ്പിലില്ല. ഇതൊക്കെ പറഞ്ഞു കേൾക്കുന്ന കഥകൾ. ഇതിൽ എന്താ പറയാ, എത്ര പതിരുണ്ട്, എത്ര നെല്ലുണ്ട് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ്. ഇതാ ഉളുപ്പില്ലാത്തവൻ പറയാണ്, തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരാനും നേട്ടം കൊയ്യാനുമല്ലേ കോൺഗ്രസും ബി ജെ പിയും ശ്രമിച്ചിട്ടുള്ളതെന്ന്. കോൺഗ്രസും BJP-യുമാണ് അയ്യപ്പന്മാരുടെ വിഷയത്തിൽ നേട്ടം കൊയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് ഈ പറയുന്ന ഇവനെ എന്താ വിശേഷിപ്പിക്കേണ്ടത്? പണ്ട് മന്നത്ത് പത്മനാഭൻ ഒരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ. മന്നത്ത് പത്മനാഭൻ പറഞ്ഞൊരു കാര്യം ന്യൂസ് 18 ചാനലിലോ ഞാൻ കാണിക്കാം. പിഴച്ച നായരും നശിച്ച നസറാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. ഇത് പറഞ്ഞത് മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണമാണിത്. പിഴച്ച നായ മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണം എന്താണ്? ഒരിക്കൽ കൂടി കേൾക്കാം. മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണം ഒരിക്കൽ കൂടി കേൾക്കാം. പിഴച്ച നായരും നശിച്ച നസറാണിയും മുടിഞ്ഞ മുസ്ലിമും അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. ഇത് പറഞ്ഞത് മന്നത്ത് പത്മനാഭന്റെ നിരീക്ഷണമാണിത്. പിഴച്ച നായര് എന്താവുന്നു? അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. അവരവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് കമ്മ്യൂണിസ്റ്റായി മാറുന്നു. പിഴച്ച നായർ ആരാണ്? പിഴച്ച നായർ സുകുമാരൻ നായരെ പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ് കേട്ടോ.